മെഡിക്കൽ കോളേജിൽ രോഗി കട്ടിലിൽ നിന്ന് വീണു മരിച്ച സംഭവത്തിൽ വിശദീകരണവുമായി ആശുപത്രി അധികൃതർ രംഗത്തെത്തിയിട്ടുണ്ട്. രോഗിക്കുറക്കത്തിൽ ഞെട്ടി ഉണരുന്ന അസുഖമുണ്ട്. കരളിനും തലച്ചോറിനും മഞ്ഞപ്പിത്തം ബാധിച്ച് അവസ്ഥ ഗുരുതരമായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിച്ച ശേഷം നടപടിയെന്നും ആശുപത്രി സൂപ്രണ്ട് പ്രതികരിച്ചു. വിഷയത്തിൽ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. അദ്ദേഹത്തിന് വിൽസൺസ് എന്ന രോഗമാണ്, ഒരു പ്രത്യേകതരം രോഗമാണ്. രാത്രി ഞെട്ടി ഉണർന്ന് ഉള്ളൊരു പ്രത്യേകതരം രോഗമാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ തലച്ചോറിനെയും ലിവറിനെയും കരളിനെയും ഒക്കെ ഈ രോഗം ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണോ മരിച്ചത്, കട്ടിലിൽ വീണിട്ടാണോ എന്ന് അറിയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ബ്രെയിനിന് ഡാമേജ് വന്നാൽ അതിൻ്റെ അർത്ഥം കട്ടിലിൽ നിന്ന് വീണെന്നാണ്. അതിൻ്റെ നടപടി സ്വീകരിക്കും. സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങളുമായി നമുക്കിപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. സനിസ, ഈ സർക്കാർ അപ്പം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും വലിയ പഴികേട്ട വകുപ്പ് ആരോഗ്യ വകുപ്പായിരുന്നു. ഈ സർക്കാരിൻ്റെ കാലം ഇപ്പം ഈ സർക്കാർ തുടങ്ങി ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ ആകുന്നതേ ഉള്ളൂ. പക്ഷേ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് ആശുപത്രികളുടെ അനാസ്ഥ, രോഗികളുടെ മരണം, കാലിൽ പുഴുവരിച്ച സംഭവം തുടങ്ങി നിരവധി ഈ പ്രശ്നങ്ങൾ ഇതിനകം തന്നെ സമൂഹം ചർച്ച ചെയ്യുകയും അതിലൊക്കെ ആരോഗ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം തൃപ്തികരമാണോ? ആരോഗ്യ വകുപ്പിന്റെ നടപടി എങ്ങനെയാണ്? പ്രതികരണം ആശുപത്രി അധികൃതർ നൽകുന്ന പ്രതികരണം തൃപ്തികരമാണോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല സേതു. കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരണം. ഇത്തരത്തിൽ കൊല്ലം സ്വദേശിയായിട്ടുള്ള വിൽഫ്രഡ് ആണ് ആശുപത്രിയിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലിരിക്കെ കട്ടിലിൽ നിന്ന് വീണ് മരണപ്പെട്ടത്. ഇദ്ദേഹത്തിന് മഞ്ഞപ്പിത്തം ഗുരുതരമായി അദ്ദേഹത്തിന്റെ കരളിനും തലച്ചോറിനും ബാധിച്ചിരുന്നു. ഈ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തിന് രാത്രി ഞെട്ടി ഉണരുന്ന അസുഖം കൂടി ഉണ്ടായിരുന്നു. അതുമൂലമാണ് കട്ടിലിൽ നിന്ന് വീണത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാലേ കട്ടിലിൽ നിന്ന് വീണതിന്റെ ആഘാതത്തിലാണോ അല്ലെങ്കിൽ ഗുരുതരമായിരുന്ന അവസ്ഥയെ തുടർന്നാണ് അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്, മഞ്ഞപ്പിത്തം മൂലമുള്ള മരണമാണോ എന്നതടക്കം പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷമായിരിക്കും നടപടി എന്ന് ആശുപത്രി സൂപ്രണ്ടിന്റെ പ്രതികരണം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മളോട് അദ്ദേഹം പറയുകയുണ്ടായി. കൂടാതെ ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയും വളരെ മോശമായിരുന്നു എന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. കൂടാതെ തന്നെ ആരോഗ്യമന്ത്രി പ്രതികരണം നടത്തിയിട്ടുണ്ട്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മരണം എങ്ങനെയാണ് എന്ന് പരിശോധിച്ച് ഇതിലൊരു നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് അദ്ദേഹവും വ്യക്തമാക്കുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരണം സേതു, ഇതിൽ ഇനിയൊരു വ്യക്തത വരാൻ. ഓക്കെ സനിസ, ശരി.